കോടമഞ്ഞ് മൂടിയ കുന്നുകൾക്കും വളഞ്ഞു പൊളിഞ്ഞ നദികൾക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രജ്ഞാനഗർ എന്ന മനോഹരമായ ഗ്രാമത്തിൽ നിതിൻ എന്ന ഒരു യുവാവ് ജീവിച്ചിരുന്നു. അസ്വസ്ഥനും ലോകത്ത് തൻ്റെ സ്ഥാനത്തെക്കുറിച്ച് നിശ്ചയമില്ലാത്തവനുമായ നിതിൻ്റെ ഹൃദയം സ്വയം സംശയത്തിൻ്റെ നിശബ്ദമായ മന്ത്രിക്കലുകളാൽ പ്രതിധ്വനിച്ചു. ഈ നിഗൂഢ പശ്ചാത്തലത്തിലാണ് ജ്ഞാനിയായ സെൻഗുരു ഗുരു നന്ദക് നിതിനെ അഗാധമായ ഒരു യാത്രയിൽ നയിക്കേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞത്. അവൻ്റെ യഥാർത്ഥ മൂല്യം കണ്ടെത്താനും സംശയത്തിൻ്റെ നിഴലുകൾ എന്നേക്കുമായി ഇല്ലാതാക്കാനുമുള്ള ഒരു യാത്ര അവർ തുടങ്ങി. ഒന്ന്, സ്വയം കണ്ടെത്തൽ യാത്ര. ഗുരു നന്ദക് ഒരു ആംഗ്യത്തോടെ പുരാതന മരങ്ങൾ രഹസ്യം മന്ത്രിക്കുകയും വായു സാധ്യതയോടെ മൂളുകയും ചെയ്യുന്ന വിശുദ്ധമായ തോപ്പിലേക്ക് നിതിനെ നയിച്ചു. നിതിൻ മാസ്റ്റർ പറഞ്ഞു, യഥാർത്ഥ മൂല്യം ബാഹ്യലോകത്തിലല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം അസ്തിത്വത്തിൻ്റെ ആഴത്തിലാണ്. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഒരു യാത്ര ആരംഭിക്കുക. ധ്യാനത്തിൻ്റെ ഹൃദയത്തിൽ നിതിൻ തൻ്റെ ഓർമ്മകളുടെ ചരടുകൾ പര്യവേക്ഷണം ചെയ്തു. പ്രതിരോധശേഷി, ദയ, തൻ്റെ അസ്തിത്വത്തിൻ്റെ തുണിത്തരങ്ങളിൽ നെയ്തെടുക്കാത്ത കഴിവുകൾ എന്നിവയുടെ രത്നങ്ങൾ തിരിച്ചറിഞ്ഞു. ഓരോ കണ്ടെത്തലും തന്നെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയിലേക്ക് നയിക്കുന്ന ഒരു പാത പ്രകാശിപ്പിച്ചു. 2, യഥാർത്ഥ മൂല്യം തിരിച്ചറിയൽ. നിതിൻ തൻ്റെ ഭൂതകാലത്തിൻ്റെ ഇടനാഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ തൻ്റെ യഥാർത്ഥ മൂല്യം സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്കും താരതമ്യങ്ങൾക്കും അതീതമാണെന്ന തിരിച്ചറിവിലേക്ക് ഗുരു നന്ദക് അവനെ സൗമ്യമായി നയിച്ചു. നിന്റെ സാരാംശം അതുല്യമായ ഈണമാണ് നിതിൻ. നിനക്ക് മാത്രം ചിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു ഗാനം. നിങ്ങളുടെ വ്യക്തിത്വത്തിലെ സൗന്ദര്യം തിരിച്ചറിയൂ, സംശയം മങ്ങിപ്പോയിക്കോളും, മാസ്റ്റർ ഉപദേശിച്ചു. ഒരിക്കൽ അനിശ്ചിതത്വത്താൽ ഭാരപ്പെട്ട നിതിൻ്റെ ഹൃദയം സ്വയം സ്വീകാര്യതയുടെ സ്വരച്ചേർച്ചയിൽ പ്രതിധ്വനിക്കാൻ തുടങ്ങി. യഥാർത്ഥ മൂല്യം ഒരു ലക്ഷ്യസ്ഥാനമല്ല, മറിച്ച് ഒരാളുടെ ആധികാരികതയെ ആശ്ലേഷിക്കുന്ന ഒരു യാത്രയാണെന്ന് അദ്ദേഹം കണ്ടെത്തി. 3, സ്വയം സംശയം മറികടക്കൽ. ആത്മപരിശോധനയുടെ ശാന്തമായ നിമിഷങ്ങളിൽ സ്വയം സംശയത്തിൻ്റെ കടിച്ചമർത്തുന്ന മൃഗത്തെ അഭിമുഖീകരിച്ച മറ്റു 2 അന്വേഷകരുടെ ഉപമകൾ ഗുരു നന്ദക് പങ്കുവച്ചു. ഈ പോരാട്ടത്തിൽ താൻ തനിച്ചല്ലെന്ന തിരിച്ചറിവിൽ ആശ്വാസം കണ്ടെത്തുന്ന നിതിൻ ആന്തരിക ഭൂതങ്ങളുടെ മേൽ വിജയത്തിൻ്റെ കഥകൾ ശ്രദ്ധയോടെ കേട്ടു. ഗുരു നന്ദക് കാലാതീതമായ ജ്ഞാനം പകർന്നു. സംശയം കടന്നു പോകുന്ന ഒരു മേഘമാണ്. നിങ്ങളുടെ യഥാർത്ഥ മൂല്യം ശാശ്വതമായ ആകാശമാണ്. മേഘങ്ങളെ ആലിംഗനം ചെയ്യുക, അവ തനിയെ ചിതറിപ്പോകും. 4, ഉള്ളിൽ ആത്മവിശ്വാസം വളർത്തുക. മാസ്റ്ററുടെ വാക്കുകളാൽ നയിക്കപ്പെട്ട നിതിൻ തൻ്റെ ശക്തിയെ ആത്മവിശ്വാസത്തിൻ്റെ നിർമ്മാണ ഘടകങ്ങളായി തിരിച്ചറിയാൻ തുടങ്ങി. അവൻ്റെ കഴിവുകളുടെ ഓരോ അംഗീകാരവും ആത്മവിശ്വാസത്തിൻ്റെ കോട്ടയിലെ ഒരു ഇഷ്ടികയായിരുന്നു. ഒരു കാലത്ത് നിതിൻ്റെ സംശയങ്ങളുടെ പശ്ചാത്തലമായിരുന്ന ആ ഗ്രാമം ഇപ്പോൾ പുതിയൊരു ആത്മവിശ്വാസം പൂവണിയുന്നതിന് സാക്ഷിയായി. കലുഷിതമായ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്ന താമര പോലെ നിതിൻ തൻ്റെ ദളങ്ങൾ കൃപയോടും പ്രതിരോധത്തോടും കൂടി വിടരുന്നത് ഗുരു നന്ദക് അഭിമാനത്തോടെ നിരീക്ഷിച്ചു. തൻ്റെ യാത്രയുടെ അവസാന ഘട്ടത്തിൽ നിതിൻ അന്തർലീനമായ മൂല്യം ഉൾക്കൊള്ളുന്ന കല പഠിച്ചു. യഥാർത്ഥ മൂല്യം ബാഹ്യമായ സാധൂകരണങ്ങളിലല്ല, മറിച്ച് സ്വന്തം ആധികാരികതയുടെ മണ്ണിൽ വേരൂന്നിയതാണെന്ന് ഗുരു നന്ദക് വെളിപ്പെടുത്തി. ഒരു അപൂർവ രത്നം പോലെ നിതിൻ നിങ്ങളുടെ മൂല്യം മറ്റുള്ളവരുടെ മൂല്യനിർണ്ണയത്തിലല്ല, മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വത്തിൻ്റെ പ്രകാശത്തിലാണ്, മാസ്റ്റർ ഉറപ്പിച്ചു പറഞ്ഞു. നിതിൻ പവിത്രമായ തോപ്പിൽ നിന്ന് ഉയർന്നു വന്നു. വെറുമൊരു അന്വേഷകനായല്ല, സംശയത്തിൻ്റെ നിഴലുകളുമായി പോരാടുന്ന മറ്റുള്ളവർക്ക് ഒരു വെളിച്ചം നൽകാൻ അവൻ തയ്യാറായി. അദ്ദേഹത്തിൻ്റെ പരിവർത്തനം പ്രജ്ഞാനഗറിലൂടെ പ്രതിധ്വനിച്ചു. സ്വയം കണ്ടെത്തലിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും അലയൊലികൾ പ്രചോദിപ്പിച്ചു. ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ, യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.